വലിയൊരു അജണ്ടയും ഗൂഢാലോചനയുമായിട്ടാണ് അനിൽ കടന്നു വന്നിരുന്നത്. അദ്ദേഹം ഒരു പ്രവാചകനായി അവതരിക്കാൻ പോകുക, അതായത് ഹിന്ദു മതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് അതേ മതത്തിൽ നിന്ന് വന്ന പ്രമുഖരായ പല ആളുകളുണ്ട്, വിവേകാനന്ദ സ്വാമികളെ പോലെ. അതുപോലെ ഒരാളായി ഇസ്ലാം മതത്തിൽ നിന്ന് ഉയർത്തി നിൽക്കാൻ പോവുകയാണ്. പക്ഷേ അല്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ വിമർശിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിരുന്നല്ലോ. അത്തരം ആ സമയങ്ങളിലൊക്കെ ഇതിനെ അംഗീകരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു, അല്ലെങ്കിൽ ഒരു മതമായിരുന്നു ഇസ്ലാം മതം. അപ്പൊ അതിൽ നിന്ന് വേറിട്ട് താങ്കൾ ആ മതത്തിൽ നിന്നുകൊണ്ട് അവരെ തന്നെ വിമർശിക്കുന്നത് എന്തിനാണ്? എന്താണ് അതിന്റെ മാനദണ്ഡം? എന്താണ്? അതായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ പറയുന്ന സ്വാമി വിവേകാനന്ദനാകട്ടെ, ചട്ടമ്പി സ്വാമികളാകട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, അതുപോലെയുള്ള വലിയ 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 മഹാരഥന്മാർ, ഞാനുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ടവരല്ല, അത്തരമുള്ള മഹാരഥന്മാരെല്ലാം ചെയ്തത് അവരെല്ലാവരും മറ്റുള്ളവരുടെ മതത്തെ നന്നാക്കാൻ നടന്നവരല്ല. അവരെല്ലാവരും അവരുടെ മതത്തിനുള്ളിലെ ശരിയല്ലായ്മകളെ ചോദ്യം ചെയ്തവരാണ്. മനസ്സിലായി പറഞ്ഞ? അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഹിന്ദുമത വിശ്വാസത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവരെ പരിഹസിക്കുകയോ അവരെ നിന്ദിക്കുകയോ അവരെ കളിയാക്കുകയോ ചെയ്യാൻ എന്റെ മതം അനുവദിക്കുന്നില്ല. മറിച്ച് എന്റെ മതത്തിനുള്ളിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് എന്നോട് തന്നെയും ഈ സമൂഹത്തോടും ചോദിക്കാനുള്ള അവസരവും ഇതൊക്കെയുണ്ട്. ഖുർആനിൽ അങ്ങനെയാണല്ലോ, നിങ്ങൾ ചിന്തിക്കാൻ പറയുന്നതും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നതും നിങ്ങൾ അന്വേഷിക്കാൻ പറയുന്നതും. പ്രവാചകന്മാർ പോലും പലരും സത്യാന്വേഷികളായിരുന്നു, കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സംഗതികൾ എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, അത് ചെയ്യാനുള്ള സംഗതിയുമുണ്ട്. ഇസ്ലാം മതം അള്ളാഹുവിന്റെ ദൈവികമായ മതമാണെന്ന് അനിൽ മനസ്സിലാക്കേണ്ടിയിരുന്നു. അങ്ങനെ അയാള് തുർക്കിയിലെ ഉസ്മാനിയ ഭരണത്തിന്റെ, ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനത്തിന് വേണ്ടി തുർക്കി രംഗപ്രവേശനം ചെയ്ത പോലെ, അതുപോലെ മുഗൾ ചക്രവർത്തിമാരെ അധപ്പതനത്തിന് വേണ്ടി അക്ബർ രംഗത്ത് വന്ന പോലെ, അതൊക്കെ ഒരു പുതിയ ഇസ്ലാമുമായി, അതായത് മറ്റാർക്കോ വേണ്ടി തയ്യാറാക്കിയ ചില അജണ്ടകൾ ഈ വിശ്വാസത്തെയും ഈ ദീനിനെയും തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അക്ബർ പല മതത്തിനെയും ശരിവെച്ച് എല്ലാം കൂട്ടിപ്പിടിച്ച് ദീനിലാഹി ഉണ്ടാക്കിയ പോലെ, അതുപോലെ പാശ്ചാത്യർക്ക് വേണ്ടി പുതിയ പല അജണ്ടകളും ഖുത്ബ പരിഭാഷപ്പെടുത്തുന്ന അടക്കമുള്ള, അതുപോലെ ബാങ്ക് പരിഭാഷപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള പല പല പുതിയ ചിന്താഗതികളും കൊണ്ടുവന്ന തുർക്ക് എന്ന് പറയുന്ന യൂറോപ്പിന്റെ ഒരു കളിപ്പാവയെ പോലെ ഇദ്ദേഹം ആരുടെയോ ഒരു കളിപ്പാവയാണ്. അത് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. കാരണം താങ്കൾ പറഞ്ഞതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, രാത്രികാലങ്ങളിൽ ഭയന്ന് മൂത്രമൊഴിക്കുന്ന ഒരു ഭയചകിതനായ പ്രവാചകനായിട്ടല്ല ഞാൻ മുഹമ്മദ് നബിയെ കണ്ടിരുന്നത്. ഞാൻ കണ്ടിരുന്നത് ധീരനായ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിവുള്ള കരുത്തനായ ദൈവത്തിന്റെ സൃഷ്ടാവായ ഒരു പ്രവാചകനായിട്ടാണ് കണ്ടത്. പറഞ്ഞപ്പോ എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. അത് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടാവാകുന്നു. എന്റെ സഹോദരങ്ങള്, ഇവർ രണ്ടുപേരെയും അത് സമ്മതം മൂളി തലയും ആട്ടി അടുത്ത ആള് പോവാറ്. ഇവർ രണ്ടുപേരെയും എന്താ വിളിക്കണ്ട, നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇയാളാണ് ഇപ്പോ സമൂഹത്തിലേക്ക് വലിയ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ പോകുന്നത്. ആ മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിവേകാനന്ദ സ്വാമികളൊക്കെ ആകാൻ പോവുകയെന്നാ ഇദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന് യോഗ്യതയുള്ള ഒരാളാണ്. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റൊരാളാണ്. ഇത് ഈ മതത്തിൽ, പരിശുദ്ധ ഇസ്ലാമിൽ ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ തിരുത്തി ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് മുസ്ലിം സമൂഹത്തിന് അവതരിപ്പിച്ച് ഒരു വലിയൊരു നവോത്ഥാന വിപ്ലവം നടത്താൻ പോകുന്ന ഒരു പ്രവാചകനാണ് ആര്? ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നാണ് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടാവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അടുത്ത ആള് അത് സമ്മതിച്ചു പോവാണ്, ഭയങ്കര പ്രവാചകനാണ്. ഏതായാലും ഇവരുടെ പ്രവാചകത്വം എന്തിലേക്കുള്ളതാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ അറിയോ, വളരെ രസകരമായി ഒരു കാര്യം പറയുന്നുണ്ട്. അതെ, അത് അവിടെയാണ് മറ്റൊരു പ്രശ്നം കിടക്കുന്നത്. ഒരേ ഒരു വിശുദ്ധ ഗ്രന്ഥം, ഒരേ ഒരു മതം, ആ ഒരു മതത്തിൽ ഇങ്ങനെ വിഭിന്ന ചിന്താഗതിക്കാർ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവര് തന്നെ പറയുന്ന ഒരു ഉത്തരം, എത്ര 75-74 വിഭാഗമായിട്ട് എന്റെ സമുദായം മാറുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അത്ര ആവണ്ടായോ എന്ന് അവര് ചോദിക്കുന്നത്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകാവസാനമാകുമ്പോൾ ഒരുപാട് ഈ വ്യഭിചരിക്കുന്നവരുടെയും മദ്യപിക്കുന്നവരുടെയും എണ്ണം ഒരുപാട് കൂടുമെന്നും അതൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടിയും പ്രയത്നിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ആര് മുസ്ലിമീങ്ങൾ, ഇയാൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാ സംസാരിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഏച്ചു കെട്ടിയാൽ മുഴച്ചു നിൽക്കുന്നുള്ളത് പഴയ ആളുകൾ പറയുന്നതാണ്. ആ ഒരു മുഴ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന അവര് പറയുന്നു എന്നാ. ഏതായിരുന്നാലും ഞാനൊരു ഉദാഹരണം പറയട്ടെ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായി. അങ്ങനെ പത്രത്തിൽ വന്നു,
നാളെ ശക്തമായ കാറ്റും മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്, എല്ലാവരും ജാഗ്രത പാലിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഏതായിരുന്നാലും അപ്പൊ വേറെ ഒരാള് തൊട്ടടുത്ത ദിവസം ശക്തമായ മഴ. അപ്പോഴാണ് നമ്മൾ ഈ മുകുന്ദ സാറ് അനിലിനെ കാണുന്നത്. അങ്ങനെ അനിലിനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല എന്താ ഇന്ന് ശക്തമായ മഴയുണ്ടല്ലോ? അതെ. അപ്പൊ അനിൽ പറഞ്ഞു, അത് ശരിയാണ്. കാരണം എന്താ, ഇന്നലെ നിങ്ങൾ പത്രം വായിച്ചില്ലേ, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്, ഇന്ന് ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളെ പരിപാടിയാണ് ഈ മഴ ഉണ്ടാക്കിയതിലെ, അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയതാണ് ഈ കാറ്റും മഴ, ഈ നാശനഷ്ടങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ മേൽ ഇതിന് പിഴ ചുമത്തും എന്നൊക്കെ പറഞ്ഞാല് എന്താ ഇതിന് പറയാ? അതിന് സമാനമാണ് നിങ്ങൾ പറഞ്ഞത്. പ്രവാചകന്റെ പ്രവചനങ്ങൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനമാണ്. പക്ഷെ ആ പ്രവചനം നടക്കുകയാണ്. പക്ഷെ അതല്ലാതെ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ശ്രമിക്കുക എന്നല്ല. ആ സംഭവങ്ങൾ സ്വാഭാവികമായി നടക്കും എന്നാണ് പറഞ്ഞത്. ഇത് ഒരു ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അനിലിന്റെ കൂടെയുള്ള ആള് പറയുന്നു, അദ്ദേഹത്തിന് ഒരു മതത്തിൽ വിശ്വാസമല്ല, പക്ഷെ അദ്ദേഹം ദൈവവിശ്വാസിയാണ്. അത് ഇദ്ദേഹം മാത്രല്ല, ഇതാ ഈ അനിൽ മുഹമ്മദ് വേറെ ഒരാളെ മുസ്ലിം പണ്ഡിതൻ എന്ന പേരിൽ കൊണ്ടുവന്നിരുന്നു. ഇത് കാണുന്ന വീഡിയോ കാണുന്നവരോട് ഞാൻ വളരെ വ്യത്യസ്തമായ കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധമുള്ള, വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ വ്യക്തമായി ഒരു മതത്തിലും കൃത്യമായി വിശ്വസിക്കാത്ത ഒരാളുമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്നാൽ ദൈവവിശ്വാസിയുമാണ്. അതാണ് അവസാനിപ്പിക്കുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സത്കർമ്മങ്ങളാൽ സമ്പന്നമായ ഏത് വിശ്വാസിയുടെയും, അവൻ ഏത് മതത്തിലുള്ളവനാകട്ടെ, മോക്ഷം സാധ്യമാണ്, പരലോകത്ത് അവൻ വിജയിക്കും. ഈ മൂന്നാമനാകുന്ന അനിലിന് മാത്രം ഒരു വേറെ വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇവിടെ ചില മൊസാദിന്റെ തലകൾ പ്രവർത്തിക്കുന്നുണ്ട്. RSS പലപ്പോഴും മൊസാദിന്റെ വീക്ഷണങ്ങളും അവരുടെ നിർദ്ദേശങ്ങളുമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏകദേശം ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ യുക്തിവാദി എന്നറിയപ്പെടുന്ന രവിചന്ദ്രൻ സി ഇസ്ലാമിനെ തകർക്കാനുള്ള RSSന്റെ വ്യക്തമായ തന്ത്രം രവിചന്ദ്രൻ സിയിലൂടെ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി അവർ യഥാർത്ഥത്തിൽ ഇവിടെ നിരീശ്വരവാദമോ യുക്തിവാദമോ പ്രചരിപ്പിക്കുന്ന ആളുകളല്ല. അവരവരുടെ രാഷ്ട്രീയവുമായാണ് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും മുസ്ലിമീങ്ങളാണ്, യഥാർത്ഥ കറകളഞ്ഞ മുസ്ലിങ്ങളാണ്. പക്ഷെ ആ മുസ്ലിമീങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടി അവരെ യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദത്തിലേക്കോ കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഇവിടെ RSS രവിചന്ദ്രൻ സിയിലൂടെ എടുക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ മുസ്ലിമീങ്ങൾക്ക് മുന്നിൽ ഒരു കമ്മ്യൂണിസത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ, അവരൊക്കെ മാർക്സിസ്റ്റുകാരായി എന്ന ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് അവരെ യുക്തിവാദത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷെ അതിൽ ഒരുപാട് മുസ്ലിങ്ങൾ വീണ് പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ല ഇത് RSS ആണ് ഇതിന്റെ പിന്നിൽ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ജബ്ബാർ മാഷനോ രവിചന്ദ്രനോ LDF സർക്കാരുമായി എന്ത് ബന്ധമുള്ളത്? അവർക്ക് ഈ ബന്ധം മാത്രമുള്ളത് ആ LDFന്റെ ഒരു ലൂപ്പ് ഹോൾ, അല്ലെങ്കിൽ LDFനെ ദുരുപയോഗം ചെയ്ത് ഇവിടെ ഇസ്ലാമിനെ തകർക്കുക എന്ന് മാത്രമാണ് ഒരു ഭാഗത്ത്. അതുപോലെ ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികളായ, നാനാത്വത്തിൽ ഏകത്വം കൃത്യമായി വിശ്വസിക്കുകയും അത് നടപ്പിലാക്കണം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന, മാത്രമല്ല ഇവിടെയുള്ള അഴിമതികളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള സാമ്പത്തിക കൃത്രിമങ്ങളെയൊക്കെ വളരെ രോക്ഷത്തോടെ കാണുന്ന ഒരുപാട് ജനാധിപത്യ വിശ്വാസികൾ, നമ്മളൊക്കെ ആ ഇനത്തിൽപ്പെട്ടതാണ്. പക്ഷെ നമ്മളെ ഈ ഇസ്ലാമിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഭരണം, അല്ലെങ്കിൽ RSS എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു വഴി ഇവിടെ സാക്ഷാത്കരിക്കണമെങ്കിൽ LDFനെയും UDFനെയും തകർക്കണം. ആ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു RSSന്റെ പാർട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള വൺ ഇന്ത്യ വൺ പെൻഷൻ. നിങ്ങൾക്ക് അതിന്റെ മുന്നിൽ ഒരുപാട്, നിങ്ങൾ ഈ പ്രവചനം എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഇത് ബോധ്യപ്പെടും. ഡൽഹിയിൽ നിങ്ങൾക്ക് AAPയെ കുറിച്ച് ബോധ്യപ്പെട്ട പോലെ ഇത് ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് എഴുതി നിങ്ങൾക്ക് വെക്കാം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നല്ല നിലയിൽ ഞാനതിനെ കൃത്യമായി മനസ്സിലാക്കിയിടത്തോളം RSSന്റെ കൈകളാണെന്ന് സംശയമില്ല. പക്ഷെ ആ RSSന്റെ കൈകൾ ഇവിടെ ഒന്നും ബോധ്യപ്പെടൂല. ഇവിടെ RSSന്റെ കൈകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിമീങ്ങൾക്ക് രവിചന്ദ്രനിൽ ബോധ്യപ്പെടാത്തതുപോലെ
വൺ ഇന്ത്യ വൺ പെൻഷനിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യപ്പെടുകയില്ല. അത് തന്നെയാണ് മൊസാദിയൻ തന്ത്രം, അത് തന്നെയാണ് മൊസാദ് എവിടെ ഉപയോഗപ്പെടുത്തുന്ന തന്ത്രം. അങ്ങനെ അതിന്റെ പിന്നിലേക്ക് ആളുകളെ ആകർഷിച്ച് ഒരു വലിയ വിഭാഗമായി അത് ഇലക്ഷന് നേരിടുന്നു. ആ ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരുമ്പോ ഇവിടെ തകർന്നു പോകുന്നത് ഇവിടുത്തെ LDF UDF ആണ്. പിന്നെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. ഡൽഹിയെ പോലെ തന്നെ സംഭവിക്കും. പിന്നെ ഈ വൺ ഇന്ത്യ പെൻഷന്റെ സ്വഭാവങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് നീങ്ങും. പക്ഷെ ഞാൻ പറയുന്നത് ആ പെൻഷൻ അവർ നടപ്പിലാക്കൂല എന്നല്ല, അത് ചിലപ്പോൾ നടപ്പിലാക്കി എന്ന് തന്നെ വരാം. അജണ്ട അത് RSSന്റേതാണ് എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഈ യുക്തിവാദികൾ തന്നെ, ഈ RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതേ യുക്തിവാദികൾ നിയോഗിക്കുന്ന മറ്റൊരു തലമാണ് ഇതുപോലുള്ള അനിൽ മുഹമ്മദ്മാര്. അഥവാ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ പുത്തൻവാദം അതൊരു ചെറിയ ഒരു യുക്തിവാദത്തിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അതിലേക്ക് ജനങ്ങളെ എത്തിക്കുക പരമാവധി. മാത്രവുമല്ല ആ പുത്തൻവാദികളായ ആളുകളെയൊക്കെ അവന്റെ കീഴിൽ അണിനിരത്തുക. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ കുറെ ആളുകളെ പുത്തൻവാദിയാക്കുന്നു. ഏത്? സുന്നികളായ ആളുകളെ ഈ കറാമത്തിന്റെയും മറ്റൊക്കെ പ്രചരിപ്പിച്ച് ഈ പുത്തൻവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ പുത്തൻവാദികളായ ആളുകളും പുതിയതായി പുത്തൻവാദത്തിലേക്ക് എത്തിയ ആളുകളെ കൊണ്ടുപോകുന്നത് ഏതിലേക്ക്? ഏത് മതമായാലും കുഴപ്പമില്ല, ദൈവവിശ്വാസി ആയാൽ മതി എന്ന മറ്റൊരു തന്ത്രത്തിലേക്ക്. അത് തന്നെ അങ്ങനെയാണ് ഇവിടെ ഇസ്ലാമിനെ തകർക്കുന്നത്. അത് ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു വഴിയാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആകണം എന്നൊന്നും അവർക്കില്ല. ഈ ഇസ്ലാമിന്റെ നിങ്ങളുടെ മനസ്സ് രൂഢമൂലമായിട്ടുള്ള ഇസ്ലാമിന്റെ കളഞ്ഞ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുക എന്ന മറ്റൊരു പാർട്ടാണിത്. ഇത് ഞാൻ ഈ 3 പാർട്ടുകൾ, ഇതിലേറെ ഇനിയും ഒരുപാട് പാർട്ടുകൾ ഈ RSS കേരളത്തിലും മറ്റു ഭാഗങ്ങളിലൊക്കെ പല പല തന്ത്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്നതൊക്കെ കേവലം ഊഹാപോഹങ്ങളാണെന്ന് മനസ്സിലാക്കി തള്ളുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങൾ മൊസാദിന്റെ ചരിത്രവും മൊസാദിന്റെ ചാരപ്രവൃത്തിയെയും നിങ്ങൾ വായിക്കണം, പഠിക്കണം. ആ സംഭവങ്ങൾ, ആ പഠനത്തിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മിമിക്രികളും നാടകങ്ങളും പലതും പ്രത്യക്ഷപ്പെടാനുണ്ട്. ഇന്നലെ ഞാൻ എങ്ങനെയായിരുന്നു വഹാബി പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിന് ജൂതന്മാർ നിർമ്മിച്ചത് എന്നതിന്റെ ചില പാർട്ടുകൾ ഞാൻ പറഞ്ഞിരുന്നു. അത് ഇൻഷാ അല്ലാഹ് അത് തുടരാൻ പോവുക തന്നെയാണ്. അതിൽ ഞാൻ പുതിയതായിട്ട് പറയാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 2002 ആർമി ഇന്റലിജൻസ് റിപ്പോർട്ട് ഇറാഖിൽ എങ്ങനെയാണ് IS-നെ നിർമ്മിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള, അതിന് വഹാബിസത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത നമ്മുടെ എപ്പിസോഡുകളിൽ വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോ നിങ്ങൾ ഒരു കാര്യം കാണുക, പക്ഷേ വിശ്വാസികൾ വഞ്ചിതരാകരുതേ എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.